ഇത്തവണ കേരളം കണ്ടത് വെറുമൊരു തിരഞ്ഞെടുപ്പായിരുന്നില്ല, അതൊരു വൻ കൊടുങ്കാറ്റായിരുന്നു. അതെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കിയ, പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയ ഒരു മഹാത്ഭുതം. UDF എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചപ്പോൾ കടപുഴകി വീണത് വർഷങ്ങളായി ഇടതുപക്ഷം കാത്തുസൂക്ഷിച്ച പല ചെങ്കോട്ടകളുമാണ്. 140-ൽ 102 സീറ്റുകൾ എന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ മൃഗീയമായ ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൻ്റെ ഇടനാഴികളിലേക്ക് രാജകീയമായി നടന്നു കയറി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, തോൽക്കുമെന്ന് 100% ഉറപ്പിച്ച് കേവലം ഒരു മത്സരത്തിന് വേണ്ടി മാത്രം കളത്തിലിറങ്ങിയ പല UDF സ്ഥാനാർത്ഥികളും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറി എന്നതാണ്. സത്യം പറഞ്ഞാൽ സ്വന്തം വിജയം കണ്ട അവർ തന്നെ കണ്ണു തള്ളിപ്പോയ ഒരു വിചിത്രമായ സാഹചര്യം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന കണക്കുകൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ കേരളം ഞെട്ടിത്തരിച്ചു. ഇത്രത്തോളം അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ തരംഗം സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല. എന്നാൽ ഈ വിജയത്തിളക്കത്തിനിടയിലും വളരെ രസകരമായ ഒരല്പം ദുരന്തം നിറഞ്ഞ മറ്റൊരു ചിത്രമുണ്ട്. ഇത്ര വലിയ അനുകൂല തരംഗം കേരളത്തിൽ വീശിയടിച്ചിട്ടും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിക്കേണ്ടി വന്ന ചിലരുണ്ട്. UDFൻ്റെ ഈ മഹാവിജയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുകയും എന്നാൽ അവസാനം വൻ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്ത ഒരാൾ അക്കൂട്ടത്തിലുണ്ട്. അതാണ് നമ്മുടെ കഥാനായകൻ, സാക്ഷാൽ PV അൻവർ. മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് ഭരണകൂടത്തിനെതിരെ വെല്ലുവിളികൾ മുഴക്കി കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ മാസങ്ങളോളം പ്രകമ്പനം കൊള്ളിച്ച അതേ PV അൻവർ. മലയാളത്തിൽ വളരെ പ്രശസ്തമായൊരു പഴഞ്ചൊല്ലുണ്ട്, പണ്ടേ ഗർഭിണി പിന്നെ ദുർബല. അൻവറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ ഇതിലും മനോഹരമായി വർണ്ണിക്കാൻ മറ്റൊരു വാക്കില്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു, അതെ, വൻ പരാജയം തന്നെയായിരുന്നു അത്. എന്നാൽ അൻവറിൻ്റെ ചിന്താഗതി മറ്റൊന്നാണ്. താൻ തോറ്റെങ്കിലും UDFന് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടാനും 102 സീറ്റുകൾ നേടി അവർ അധികാരത്തിൽ വരാനും ഒരേ ഒരു കാരണക്കാരൻ താനാണെന്ന് അൻവർ ഉറച്ചു വിശ്വസിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിനെതിരെ താൻ നടത്തിയ തുറന്നു പറച്ചിലുകളും വാർത്താ സമ്മേളനങ്ങളും പോലീസിലെയും ഭരണതലത്തിലെയും അഴിമതികളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമാണ് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണ് തുറപ്പിച്ചതെന്നും അതാണ് UDFൻ്റെ ഈ വൻ വിജയത്തിന് പിന്നിലെ ഏക കാരണമെന്നും അൻവർ വിശ്വസിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ബോധ്യം കേരളത്തിൽ മറ്റാർക്കുമില്ലെങ്കിലും സാക്ഷാൽ അൻവറിന് അത് 101% താനാണ് ഇത്തവണത്തെ കിങ് മേക്കർ എന്ന് പുള്ളി സ്വയം കരുതുന്നു. അതുകൊണ്ട് തന്നെ കേരളം കാത്തിരുന്ന ആ വലിയ ദിവസത്തിൽ UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും VIP ആയി മുൻനിരയിൽ തന്നെ ഇരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു PV അൻവർ. മാധ്യമങ്ങളുടെ ക്യാമറകൾ മുഴുവൻ ഒപ്പിയെടുക്കേണ്ടിയിരുന്ന ഒരു സാന്നിധ്യം. പക്ഷേ എന്ത് സംഭവിച്ചു? ആ തിങ്ങി നിറഞ്ഞ സദസ്സിൽ അൻവർ ഉണ്ടായിരുന്നില്ല. UDF മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ആ വിജയത്തിൻ്റെ കാരണക്കാരനെന്ന് സ്വയം അവകാശപ്പെടുന്ന ആൾ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. എന്താണ് കാരണം? അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ കോമഡി ഒളിഞ്ഞിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഒരു ബക്കറ്റ് ചൂടുവെള്ളം. അതെ, നിങ്ങൾ കേട്ടത് സത്യമാണ്. തിരുവനന്തപുരത്തെ തൻ്റെ മുറിയിൽ അതിരാവിലെ എഴുന്നേറ്റ് സത്യപ്രതിജ്ഞയ്ക്ക് പോകാനായി കുളിക്കാൻ കയറിയതാണ് അൻവർ. ബാത്റൂമിനകത്തെ ഷവറിന് താഴെ നിന്ന് നല്ല തണുത്ത വെള്ളം വരുമെന്ന് കരുതി പൈപ്പ് ഒന്ന് തിരിച്ചു. പക്ഷെ വന്നത് തിളച്ചുമറിയുന്ന ചൂടുവെള്ളം. ദേഹം മുഴുവൻ പൊള്ളി, അസഹനീയമായ വേദന. ശരീരം പൊള്ളിയത് കൊണ്ട് പുള്ളിക്കാരന് സത്യപ്രതിജ്ഞയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇത്രയും വലിയൊരു ചരിത്ര മുഹൂർത്തം അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കാരണം വെറുമൊരു ബാത്റൂം പൈപ്പാണ്. വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ടല്ലേ? ഇതൊന്നും ആരും കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളല്ല. സാക്ഷാൽ അൻവർ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് സങ്കടത്തോടെ വ്യക്തമാക്കിയ കാര്യങ്ങളാണത്. ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? തീർച്ചയായിട്ടും അതിനുവേണ്ടി 2 ദിവസം മുമ്പ് തന്നെ വന്നതാണ്. ടോയ്ലറ്റിൽ നിന്ന് ചുടുവെള്ളം മറിഞ്ഞ് ചെറിയൊരു പൊള്ളലേറ്റു. അപ്പോൾ ഇരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. കാര്യങ്ങളൊക്കെ ശരിയാണ്, അൻവർ പറഞ്ഞത് നമ്മൾ കേട്ടു. അതിലൊരു സത്യസന്ധതയൊക്കെ തോന്നാം. പക്ഷേ ഇവിടെയാണ് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കേണ്ടത്. അൻവർ പറഞ്ഞ ആ കാര്യങ്ങളിൽ കുറേയേറെ സംശയങ്ങളുണ്ട്. സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ. അതായത് അൻവറിൻ്റെ ശരീരത്തിൽ ചൂടുവെള്ളം വീണ് പൊള്ളിയെന്ന് പറയുന്ന ആ സംഭവത്തിന് പിന്നിൽ വലിയൊരു ദുരൂഹതയുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു MLA ആയിരുന്ന, ഇത്രയും കാലം വലിയ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും താമസിച്ച് ശീലമുള്ള ഒരാൾക്ക് ഒരു ഹീറ്ററിൻ്റെ പൈപ്പ് മാറി തിരിക്കാൻ മാത്രം അബദ്ധം പറ്റുമോ? സത്യം അതല്ല. അൻവറിൻ്റെ ശരീരത്തിൽ ചൂടുവെള്ളം വീണിട്ടുമില്ല, അദ്ദേഹത്തിന് യാതൊരു പരിക്കും പറ്റിയിട്ടുമില്ല. ഇത് ഞങ്ങൾ പറയുന്നതല്ല. അൻവറുമായി എപ്പോഴും നിഴൽ പോലെ നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ തന്നെ രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണിത്.
അൻവറിൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിന് അൻവർ കേരളത്തിലെ ജനങ്ങളോട് ഇത്രയും വലിയൊരു കള്ളം പറഞ്ഞത്? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതെ, അവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയത്തിലെ ചാണക്യതന്ത്രങ്ങൾ പരാജയപ്പെടുമ്പോൾ മനുഷ്യന് എങ്ങനെയൊക്കെ കള്ളങ്ങൾ മെനയുമെന്ന് തെളിയിക്കുന്ന ഏറ്റവും വലിയ സസ്പെൻസ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് വരാം. അൻവർ ഇപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരത്തെ മുത്തൂറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ആഡംബര ഫ്ലാറ്റിൽ അദ്ദേഹം ക്യാമ്പ് ചെയ്യുകയാണ് എന്നാണ് വിവരം. അൻവർ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ 2 അനുയായികൾ തിരുവനന്തപുരത്തെ തന്നെ പ്രശസ്തമായ മസ്കറ്റ് ഹോട്ടലിലും റൂമെടുത്ത് തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തിനാണ് അവർ അവിടെ നിൽക്കുന്നത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഫലവും വന്നു, പുതിയ സർക്കാർ അധികാരവും ഏറ്റു. പിന്നെന്തിനാണ് ഈ കാത്തിരിപ്പ്? കാരണം അൻവർ ഇപ്പോഴും ഒരു വലിയ പ്രതീക്ഷയിലാണ്. UDFൻ്റെ ഉന്നത നേതൃത്വത്തിൽ നിന്ന് തനിക്കിപ്പോൾ ഒരു വിളി വരുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ആ ഫ്ലാറ്റിലെ തണുത്ത AC മുറിയിൽ ദിവസങ്ങൾ കഴിഞ്ഞു പോയതല്ലാതെ അങ്ങനെയൊരു വിളി ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇത്രയും വലിയൊരു UDF തരംഗം കേരളത്തിലുണ്ടായിട്ടും PV അൻവറിന് മാത്രം ജയിക്കാൻ കഴിയാതെ വന്നതോടെ UDF നേതൃത്വം അൻവറിൻ്റെ കാര്യത്തിൽ വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, അൻവറെ ഇനി UDFനൊപ്പം കൂട്ടേണ്ടതില്ല. തീർത്തു പറഞ്ഞാൽ അൻവർ ഇനി വേണ്ട. ഇലക്ഷന് മുൻപ് സർക്കാരിനെ അടിക്കാൻ കിട്ടിയൊരു വടിയായി അൻവറിനെ UDF ഉപയോഗിച്ചിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് മൃഗീയ ഭൂരിപക്ഷമുണ്ട്. ഇനി എന്തിന് തോറ്റമ്പിയ? എപ്പോൾ എന്തു പറയുമെന്ന് ഒരു നിശ്ചയവുമില്ലാത്ത, സ്ഥിരതയില്ലാത്ത ഒരാളെ ഒപ്പം കൂട്ടണം? അൻവറിനെ കൂടെ കൂട്ടിയാൽ അത് UDFന് ഗുണത്തേക്കാൾ ഏറെ ദോഷം മാത്രമേ ചെയ്യൂ എന്ന് നേതൃത്വത്തിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അൻവറിന് മുന്നിൽ UDFൻ്റെ വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇലക്ഷൻ ഫലം വന്നിട്ട് 10-15 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. UDF സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ വിജയത്തിൻ്റെ അമരക്കാരനായ സാക്ഷാൽ VD സതീശൻ ഇതുവരെ അൻവറിനെ ഒന്ന് വിളിക്കുകയോ ഒരു നന്ദി വാക്ക് പറയുകയോ ചെയ്തിട്ടില്ല. അൻവറിന് ഏറ്റവും വലിയ പരിഭവം അതുതന്നെയാണ്. തന്നെ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞു എന്ന ചിന്ത അദ്ദേഹത്തെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വമോ മുസ്ലിം ലീഗ് നേതൃത്വമോ ഇപ്പോൾ അൻവറിനെ ഒരു രാഷ്ട്രീയ നേതാവായി പോലും പരിഗണിക്കുന്നില്ല. ലീഗ് നേതൃത്വമാകട്ടെ അൻവറിൻ്റെ പേര് കേൾക്കുന്നത് തന്നെ ഇപ്പോൾ ഒഴിവാക്കുകയാണ്. ചുരുക്കത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ അൻവർ ഇന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. എങ്ങോട്ടും പോകാനില്ലാത്ത ഒരവസ്ഥ. UDF കൈവിട്ടാൽ എന്താ? ഇടതുപക്ഷത്തു നിന്ന് പുറത്തു വന്ന വിമതരെ മുഴുവൻ ഒന്നിപ്പിച്ച് വലിയൊരു കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് അൻവർ വലിയ വായിൽ പറഞ്ഞിരുന്നല്ലോ. അതെന്തെങ്കിലും നടന്നോ? ഇല്ല, അതും ഇതുവരെ എങ്ങും എത്തിയില്ല. അൻവറിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ് സത്യം. CPMൽ നിന്ന് പുറത്തുപോയ PK ശശി പുതിയൊരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോകുന്നുണ്ട് എന്ന വാർത്തകൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഏറ്റവും വലിയ തമാശ എന്തെന്നാൽ ശശിയുടെ ആ പുതിയ കൂട്ടായ്മയിലേക്ക് പോലും അൻവറെ ആരും ക്ഷണിച്ചിട്ടില്ല. ഇടതും വലതുമില്ല. ഒടുവിൽ വിമതരുടെ സംഘത്തിൽ പോലും അൻവറിന് സ്ഥാനമില്ലാതായിരിക്കുന്നു. ഒരു കാലത്ത് കേരളം മുഴുവൻ കാതോർത്തിരുന്ന ഒരു നേതാവ് ഇന്ന് ആർക്കും വേണ്ടാത്ത ഒരു രാഷ്ട്രീയ അനാഥനായി മാറിയിരിക്കുന്നു. അൻവറിനെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കേണ്ട എന്ന് കർശനമായ തീരുമാനമെടുത്തത് മറ്റാരുമല്ല, അത് VD സതീശൻ തന്നെയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ദിവസങ്ങൾക്ക് മുൻപേ അൻവർ തിരുവനന്തപുരത്തെത്തി ക്യാമ്പ് തുടങ്ങിയിരുന്നു. ക്ഷണം വരും, മുൻനിരയിൽ VIP സീറ്റ് കിട്ടും, മാധ്യമങ്ങളുടെ ഫ്ലാഷുകൾക്ക് മുന്നിൽ തല ഉയർത്തിയിരിക്കാം എന്നൊക്കെയായിരുന്നു മോഹം. എന്നാൽ സമയം കഴിയും തോറും അൻവറിനൊരു കാര്യം വ്യക്തമായി: തനിക്ക് ക്ഷണം വരില്ല. ക്ഷണക്കത്തില്ലാതെ സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോയാൽ എന്താകും അവസ്ഥ? ഗേറ്റിന് പുറത്ത് സാധാരണക്കാർക്കൊപ്പം നിന്ന് ഒരുപക്ഷെ പോലീസിൻ്റെ തള്ളും ഇടിയും കൊണ്ട് സത്യപ്രതിജ്ഞ കാണേണ്ടി വരും. താൻ അവിടെ ചെന്ന് അപമാനിതനായി തിരിച്ചു പോരുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിക്കും. ആ വലിയ നാണക്കേട് ഒഴിവാക്കാൻ അൻവറിന് മുന്നിൽ മറ്റു വഴികളില്ലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ തലയിൽ ആ ബ്രില്യൻ ഐഡിയ ഉദിച്ചത്: ചൂടുവെള്ളം. അതെ, പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം തനിക്ക് പൊള്ളലേറ്റു എന്ന് വരുത്തി തീർത്താൽ ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ മുത്തൂറ്റ് ഫ്ലാറ്റിലെ ആ AC മുറിയിലിരുന്ന് മലയാളികളെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് അൻവർ ആ നാടകം കളിച്ചത് എന്നാണ് വിവരം. എന്തുകൊണ്ടാണ് VD സതീശൻ അൻവറിനോട് ഇത്ര കടുത്ത നിലപാടെടുക്കുന്നത്? അതിന് പിന്നിലൊരു വലിയ കാരണമുണ്ട്. VD സതീശൻ്റെ മനസ്സിൽ ഒരിക്കലും അണയാത്ത ഒരു കനൽ കിടപ്പുണ്ട്. അത് മറ്റൊന്നുമല്ല, പണ്ട് ഇതേ അൻവർ സതീശനെതിരെ ഉന്നയിച്ച അതിഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ. സതീശൻ 150 കോടിയുടെ കള്ളപ്പണം കടത്തിയെന്നും ആ പണം ആംബുലൻസിലാണ് കടത്തിയെന്നുമൊക്കെ അൻവർ വിളിച്ചു പറഞ്ഞത് കേരളം മറന്നിട്ടുണ്ടാകും. പക്ഷേ VD സതീശൻ അത് മറന്നിട്ടില്ല.
പുനർജനി പദ്ധതിയുടെ പേരിലും മറ്റും സതീശനെതിരെ അൻവർ തൊടുത്തുവിട്ട അമ്പുകൾക്ക് കണക്കില്ല. അന്ന് തന്നെ വ്യക്തിപരമായി ഇത്രത്തോളം തേജോവധം ചെയ്ത അൻവറിനെ ഇപ്പോൾ അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ സതീശൻ തിരിച്ചെടുക്കുമെന്ന് കരുതിയെങ്കിൽ അൻവറിന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ പോലും അറിയില്ല എന്ന് പറയേണ്ടി വരും. സതീശൻ കൃത്യമായ കണക്ക് തീർക്കുകയാണ്. അന്ന് തനിക്കെതിരെ പറഞ്ഞതിനെല്ലാമുള്ള കൃത്യമായ മറുപടി. ഇനി വി ഡി സതീശൻ എന്ന നേതാവ് ഉള്ളിടത്തോളം കാലം അൻവറിനെ UDF പാളയത്തിലേക്ക് തിരിച്ചെടുക്കില്ല എന്നത് 100% ഉറപ്പായി കഴിഞ്ഞു. ആ തീരുമാനം സതീശൻ കോൺഗ്രസ് നേതൃത്വത്തെയും ലീഗ് നേതൃത്വത്തെയും കൃത്യമായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരം. അതായത് കാര്യങ്ങളുടെ കിടപ്പ് വളരെ വ്യക്തമാണ്. ഒരു കാലത്ത് കേരള രാഷ്ട്രീയത്തെ തൻ്റെ വിരൽത്തുമ്പിൽ നിർത്തി എന്ന് അഹങ്കരിച്ച് താനാണ് സർക്കാരുകളെ വാഴിക്കുന്നതും വീഴ്ത്തുന്നതുമെന്ന് സ്വയം വിശ്വസിച്ച PV അൻവർ എന്ന നേതാവിൻ്റെ രാഷ്ട്രീയ അന്ത്യത്തിൻ്റെ തുടക്കമാണിത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയും വി ഡി സതീശനെയും ഒരേ നാണയത്തിൽ നേരിടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പിഴച്ചു. UDF എന്ന പ്ലാറ്റ്ഫോമിലേക്ക് കയറിപ്പറ്റാമെന്ന മോഹം വി ഡി സതീശന് മുന്നിൽ തകർന്നടിഞ്ഞു. ചുരുക്കത്തിൽ പറഞ്ഞാൽ അൻവർ ഇനി UDFിലില്ല, ഇടതുപക്ഷത്തുമില്ല. ചൂടുവെള്ളം വീണ് പൊള്ളിയെന്ന വ്യാജകഥകളിറക്കി തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ ഇനിയൊരിക്കലും വരാത്ത ഒരു ഫോൺ കോളിനായി കാത്തിരിക്കാനാണ് PV അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെ വിധി.